അത് ശരി. അവിടെ നിന്ന് പ്ലാൻ ചെയ്യാണല്ലേ? പിന്നെ എനിക്ക് മാത്രം എന്താണാവോ ഇങ്ങനെ? സത്യം പറയാനു, ശരിക്കും നിനക്ക് വേദന കൂടുതലാണോ അതോ ഇനി ആരെങ്കിലും പറയിപ്പിക്കുന്നതാണോ? അത് ചേച്ചി. പറ ചേച്ചി, എനിക്ക് മാപ്പ് തരണം. ആതിര ചേച്ചിയുടെ മുന്നില് ഇല്ലാത്ത വേദന അഭിനയിച്ചു കാണിക്കാൻ എനിക്ക് വയ്യ. അത് പിന്നെ ആതിര ചേച്ചി വല്യേട്ടനുമായിട്ട് പിണങ്ങിയെന്നും ഫോൺ ചെയ്യുന്നില്ലെന്നും വല്യേട്ടൻ സങ്കടം പറഞ്ഞു. ഒന്ന് വിളിച്ചു വരുത്താൻ അപ്പൊ ഞാനാ വല്യേട്ടനോട് പറഞ്ഞത്. വിളിച്ചു വരുത്താൻ ഒരു കാരണം വേണമല്ലോ, അതാ കൈവേദന എന്നൊക്കെ പറഞ്ഞത്. ഓഹോ, അപ്പോ ഇത് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ച നക്ഷത്രമാണല്ലേ? കൊള്ളാം. ഇത്തരക്കാരെയാ പണ്ടുള്ളവര് ബുദ്ധിരാക്ഷസമാരെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. നീ റെസ്റ്റ് എടുക്ക്. ചേച്ചി, വല്യേട്ടൻ നല്ല കുറ്റക്കാരൻ. ഞാനാ വല്യേട്ടനോട് പറഞ്ഞത്. വല്യേട്ടൻ പാവോ ചേച്ചി? അത് പിന്നെ എനിക്ക് അറിയില്ലേ. നിന്റെ വല്യേട്ടൻ പഞ്ചപാവാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയില്ലേ. ചേച്ചി, വല്യേട്ടന്റെ വഴക്കൊന്നും പറയില്ലേ പ്ലീസ്. നീ സമാധാനായിട്ടിരിക്കാനു. ഞാനിന്ന് ഇറങ്ങട്ടെ. പതുക്കെ. ആ പൂക്കൾക്കേ നോവും. മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാനതൊന്നും ഓർത്തില്ല. എന്ത് പൂക്കൾക്ക് നോവുന്ന കാര്യം? അത് പ്ലാസ്റ്റിക് പൂക്കളാ. ഓ, അത് ഓർത്തില്ല. അയ്യോ പാവം. അല്ല, അനു എന്താ പറഞ്ഞേ? ഭയങ്കര വേദനയായിരിക്കും അല്ലേ? പോരാ പോരാ, അഭിനയം തീരെ പോരാ. വല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ചാ രക്ഷപ്പെടാം. അഭിനയോ? മിസ്റ്റർ ഹരികൃഷ്ണൻ അനുവിനോട് ആംഗ്യം കാണിക്കുന്നത് കണ്ണാടിയിൽ ഞാൻ കണ്ടു. ഇതേ ഒരുമാതിരി ചീപ്പ് സെന്റിമെന്റ്സാ. ഇതിനെന്താ ചെയ്യണ്ടേന്നറിയോ? കൈമുഷ്ടി കൊണ്ട് വാരിയലിന്മേലൊരു പ്രയോഗം. ആ പ്രയോഗം ഗുണ്ടകളോട് ചെയ്ത് ഞാൻ കണ്ടതാ. അപ്പൊ പേടിയുണ്ടല്ലേ? അയ്യോ പിന്നില്ലേ. നമ്മൾ തമ്മിലുള്ള ചെറിയ പിടക്കങ്ങളൊക്കെ എന്തിനാ അനുവിനോട് പറയാൻ പോകുന്നേ? അല്ലെങ്കിലേ കൈവേദനയായിട്ട് ഇരിക്കുക അവള്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ടെൻഷനും കൂടെ കൊടുക്കണോ? ഞാൻ ഫോൺ ചെയ്താ നീ എടുക്കുന്നില്ല, നീ എന്നെ വിളിക്കുന്നുമില്ല. അതാ ഞാൻ അനുവിനോട് പറഞ്ഞു.